അപ്പോൾ നമുക്കിന്ന് കഴിക്കാനുള്ളത് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ റൂം. ദിസ് ഈസ് ഓലക്കൊട. ഇതെന്താ ഞാൻ കാണിച്ചു തരാവേ. ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നമ്മുടെ ചെറിയൊരു പെരയാണ് ഇത്. സ്പോട്ട് നോക്കിയിട്ട് എനിക്കൊരു Airbnb സെറ്റ് ചെയ്യണം. അർജുനാണ്. ഒരുപാട് നാളായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി. കുറച്ച് മടിയും കാര്യങ്ങളും കൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ബന്ധു ദിവസം ആയതുകൊണ്ട് ഷോപ്പും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു യൂട്യൂബ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു വർഷത്തിന് ശേഷം മാഗ്നറ്റ്സും കാര്യമൊക്കെ ഞാൻ പോയ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് മണാലി പോയി വാങ്ങി നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ്. സോ നമ്മൾ റൂമിൽ നിന്ന് എണീറ്റ് ഫുഡ് കഴിക്കാം. ഇതുണ്ട് ഡൈനിങ് റൂം. പിന്നെ നമുക്കേ ഇതില്ലേ അപ്പോൾ നമുക്കിന്ന് കഴിക്കാനുള്ളത് ഇടിയപ്പമുണ്ട്. കുറച്ചും കൂടി നല്ല ഗ്രേവി ടൈപ്പ് ആക്കി വെക്കുന്നുണ്ട് ഇഷ്ടം. ഓരോരുത്തർക്ക് ഓരോ, ചിലർക്ക് നല്ല വഴട്ടിയായിരിക്കും. എനിക്കിതാണ് താല്പര്യം. അപ്പോൾ ബാക്കി മൂടി വെക്കാം. ചൂട് ഇടിയപ്പവും ബീഫും ഒക്കെ കഴിക്കാം. അച്ഛൻ രാവിലെ തന്നെ പശുവിനെ പറമ്പിൽ കെട്ടാൻ പോവാണ്. നമ്മൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് കപ്പ എടുക്കുവാണ്. കുറച്ച് മതി, കുറച്ച് കോഴികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് കപ്പ. കോഴികളൊക്കെ അലമ്പാക്കുന്നുണ്ട്. തീറ്റ കൊടുക്കാം. തുറന്നാലിപ്പം സീൻ ആവില്ലേ. ഇപ്പം എങ്ങനെ ഇതുങ്ങൾ പുറത്ത് ചാടാണ്ട് ഫുഡ് കൊടുക്കും. ഇതിനകത്തോട്ട് ഇടട്ടെ. മാറ് ഇതടയത്തില്ലേ. ഓക്കെ, സെറ്റ്. കഴിച്ചോ പറ. എന്നെ ഉണ്ടടി ശുണ്ടരി പെണ്ണെ, എന്നെ ഉണ്ട്. കുളിക്കണ്ടേ? തോട്ടിൽ പോയാലോ കുളിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഫുൾ അലമ്പായി കിടക്കുവാണ്. എന്തൊക്കെയോ ഐറ്റംസ് കിടക്കുന്നുണ്ട്. ഇത് മുത്തുക്കുടയും കാര്യങ്ങളും എല്ലാം കൊടോണ് പോലെ കിടക്കുക റൂമിൽ. അപ്പോൾ രാവിലെ എണീറ്റ് ഷോപ്പിൽ പോവും. പിന്നെ രാത്രിയാവും തിരിച്ച് വരാൻ. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണിയൊക്കെ ആവും എല്ലാ പണിയും കഴിഞ്ഞ് എത്താൻ വേണ്ടി. അപ്പോൾ ഇതൊന്നും റെഡിയാക്കാൻ ടൈമൊന്നും കിട്ടലില്ല. ഫുള്ള് ഒരുമാതിരി ഇതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ബന്ധു കിട്ടിയോണ്ട് റൂം മൊത്തം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. റൂം മൊത്തം ഒന്നുമല്ല, എല്ലാം ഒന്ന് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കണം. ഒരു പഴയ സെറ്റപ്പിലോട്ട് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ പോകട്ടോ. ഇതൊക്കെ എൻ്റെ ജേണലും കാര്യങ്ങളൊക്കെയാണ്. ഇത് കുറേ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ എഴുത്തൊന്നും ഇല്ല, കുറേ കാലമായി ഇതൊക്കെ തൊട്ടിട്ട്. ഇങ്ങനെ ചുമ്മാ കിടക്കുക. അപ്പോൾ നമുക്ക് റൂം വൃത്തിയാക്കാം. ദിസ് ഈസ് ഓലക്കൊട. ഓലക്കൊട വേണ്ടവർ നമ്മളെ ബന്ധപ്പെടുക കേട്ടോ. ഒരുപാട് ഓലക്കൊടകളുണ്ട്. സീസണിൽ ഇതൊക്കെ കൂടുതലും സെയിലാവാറുള്ളൂ. എന്താ പറയുക, സെപ്റ്റംബർ ഓണ സീസണിലാണ് ഇത് മെയിനായിട്ട് നമുക്ക് റെൻറ്റിനായാലും വിലക്കായാലും പോകുന്നത്. അപ്പോൾ ഓലക്കൊട നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ആർക്ക് വേണേലും ബന്ധപ്പെടുക. സത്യം പറഞ്ഞാൽ എൻ്റെ റൂം ഇതല്ല. എൻ്റെ റൂം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ കാണുന്നതാണ് എൻ്റെ റൂം. അപ്പോൾ ഇത് അനുവിൻ്റെ കുഞ്ഞുവിൻ്റെ റൂമായിരുന്നു. ഏത് ഈ റൂം. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. കുഞ്ഞാറ്റാണെങ്കിൽ അവളുടെ സ്കൂളിൽ, നവോദയ സ്കൂളിൽ, അനുവാണെങ്കിൽ തിരുവനന്തപുരം. ഈ റൂം കാലി കിടക്കും. അപ്പം ഞാൻ ഈ റൂം കഴിഞ്ഞ് കീഴടക്കി ഇതെൻ്റെ റൂമാക്കി. ഇതാകുമ്പം 3-4 ബെഡുണ്ട് ഇവിടെ. അപ്പോൾ നല്ല സുഖത്തിലിട്ട് നല്ല അടിപൊളിയായി കിടന്നുറങ്ങാം. അങ്ങനെ ഈ റൂം ഇപ്പം എൻ്റെ സ്വന്തം. സംഭവം കാണിച്ചു തരാവേ. ഇതുണ്ടോ, സമ്പൂർണ്ണ മഹാഭാരതം. ഇത് പണ്ടത്തെ കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള ബുക്കാണ്. അങ്ങനെ പാരമ്പര്യമായി കൈമാറി വന്നൊരു ബുക്കാട്ടോ. ബുക്കെന്നല്ല, മഹാഭാരതമാണ്. പാരമ്പര്യമായി കൈമാറി വന്ന മഹാഭാരതം. ഞാനൊന്നും വായിച്ചിട്ട് പോലും ഇല്ല. ഒരുപാടുണ്ട്. ഇതൊക്കെ എത്ര പേജുണ്ട്? 1000 ചില്ലാനും പേജുണ്ട് മൊത്തത്തിൽ. ഇതൊക്കെ ഫുള്ള് പൊടി പിടിച്ചൊക്കെ ഇരിക്കുവാണ്. അതുപോലെ ഇതെന്താ ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ കുഞ്ചു വരച്ച ഒരു കൃഷ്ണൻ്റെ ചിത്രമാണ്. ഇവിടെ നന്നായി വരയ്ക്കും. കുറച്ച് ഫിനിഷിങ് കൂടെ ഉണ്ട്. കണ്ണൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്.
അപ്പോൾ അവൾ ക്യാൻവാസ് ഷീറ്റിൽ വരച്ചൊരു കൃഷ്ണൻ്റെ പടമാണ്. കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതിന് മുമ്പേ അവൾ സ്കൂളിലോട്ട് പോയി. ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു അടിപൊളി ചിത്രം. ഇത് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അവൾ വന്നിട്ട് വേണം ഇത് പൂർത്തിയാക്കാൻ. കൊടുക്കുമെന്ന് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ റൂം മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇരുന്ന കോലം അറിയാമല്ലോ, ഫുൾ അലമ്പായി കിടക്കാൻ. ഇപ്പം മൊത്തം മാറ്റി ഫുള്ള് നീറ്റാക്കിയേ. അനാവശ്യമായിട്ടുള്ള സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ലാപ്പ്, ഫോണ്, എൻ്റെ ജേണൽ, കാര്യങ്ങൾ, ഡയറി, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റാക്കി ഒരു ഓർഗനൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമിൻ്റെ വൃത്തിയാക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞു. ഗായ്സ്, ഇതാണ് നമ്മുടെ മീൻകുളം. ഇതിൽ ആസാം വാളയാണ് ഇട്ടേക്കുന്നത്. ഒരു 10-100 മീനുണ്ട് ഇതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഇതിലെ വെള്ളം താഴെ നമുക്ക് കൃഷിയുണ്ട്. തെങ്ങും കവുങ്ങും അങ്ങനെ കുറച്ച് വാഴ കൃഷികൾ താഴെ പറമ്പിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം പോകുന്നത്. ഇതിലാദ്യം നമ്മളടിച്ച് ഫില്ല് ചെയ്തിടും. എന്നിട്ട് ആ വെള്ളം നേരെ പൈപ്പ് വഴി താഴെ പറമ്പിലോട്ട് കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് രാവിലെ വെള്ളം അടിച്ച് പറമ്പ് മൊത്തം നനയ്ക്കും. പിന്നെ അതേപോലെ തന്നെ വീണ്ടും മോട്ടറിട്ട് ഇത് ടാങ്ക് നിറയ്ക്കും. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് മീനുണ്ട് കേട്ടോ. മീൻ ഏകദേശം പിടിക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പം ആയായിരുന്നു. അപ്പോൾ അതിനെ പിടിക്കുന്ന ഒരു വീഡിയോ വേറെ ഞാൻ ഇടാവേ. ഏകദേശം ഇതിനൊരു 2 മീറ്റർ ആഴമുണ്ട്. എൻ്റെ ഒരു ഞാൻ നിന്നാലും മുങ്ങും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആഴമുള്ളത്. ഇത് കുറച്ച് കാപ്പീൻ്റെ തൈയാണ്. ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇത് നട്ടില്ല, ഇത് നടണം. താഴെ പറമ്പിലെങ്ങാറ്റ് കൊണ്ടുപോയി നടണം. പിന്നെ ഇത് കശുമാവ്, ഇതൊക്കെ നടാനുള്ളതാണ്. നമ്മുടെ കാന്താരി. ഇത് നമ്മുടെ മീൻകുളത്തിനോട് ചേർന്നിട്ടുള്ളൊരു കൊച്ചു പ്ലാവാണ്. ചെറിയൊരു പ്ലാവ്, അത്രയേ ഉള്ളൂ. അതിൽ ചക്കയായിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ പ്ലാവിൽ ചക്കയായിട്ടുണ്ട്. ഇവിടുന്ന് മേളിൽ കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ ഷീറ്റ് വര. അതായത് റബ്ബർ ഷീറ്റ് അടിക്കുന്നതും പിന്നെ പുകയ്ക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. നമുക്ക് താഴെ നമ്മുടെ പറമ്പിൽ പോയിട്ട് വരാം. പറമ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള പറമ്പ്. ഇത് ഫുള്ള് കല്ലിറക്കിയിട്ടൊക്കെ ഇവിടെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കല്ലിറക്കിയേക്കാണ്. ഇങ്ങോട്ടൊക്കെ ഫുള്ള് ചെങ്കല്ലാണല്ലോ. ചെങ്കല്ലും കൊണ്ടാണ് മൊത്തം കൂടുതലും കെട്ടുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, നല്ല മലയാണ് ഫുള്ള്. ഇവിടെയൊക്കെ മലകളുണ്ട്, അത് ഇപ്പോൾ വിസിബിൾ ആവുന്നില്ല. കുറച്ച് കഴിയുമ്പം അടിപൊളിയാവും. ഇതുണ്ട്, ഇതൊക്കെ കവുങ്ങും തെങ്ങൊക്കെ നട്ടിട്ടുള്ളത്. വാഴയുണ്ട്, താഴോളമുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട് ഈ പൈപ്പ് പോകുന്നത്, ഇത് നമ്മുടെ വെളുത്ത മീൻകുളം ഇല്ലേ, ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് ഫുള്ള് പറമ്പ് മൊത്തം ഇട്ടിട്ടുണ്ട് കണക്ഷൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറമ്പ് ഫുള്ള് ഒറ്റ നനയ്ക്കാൻ പറ്റും. ഇത് മൊത്തം തെങ്ങും കവുങ്ങും വാഴയും വെച്ചേക്കുക. രാവിലെ നനച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ ഇതും വാഴ, തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ട്. ഇത് കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാം നട്ടിട്ട് അധികം ആയില്ല, കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ഉഷാറായി. നമ്മുടെ ചെറിയൊരു പെരയാണ് ഇതിലുള്ള പറമ്പിലുള്ള ചെറിയൊരു പെരയാണ്. ഇതിൽ നമ്മുടെ പറമ്പിലെ തൂമ്പ കാര്യങ്ങൾ അങ്ങനത്തെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മോട്ടർ സെറ്റാക്കിയിട്ടുണ്ട്. താഴെ കുളമുണ്ട്, അപ്പോൾ അതിൽ നിന്നുള്ള മോട്ടറും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഷെൽഫ്, അത് ഇതിനടിച്ച പെയിൻറ്റിൻ്റെ ഒക്കെയാണ് പെട്ടിയൊക്കെ ഇരിക്കുന്നത്. ഇത് ആക്കിയിട്ട് അധികം ആയിട്ടില്ല, പണി തീർന്നിട്ടില്ല. ഇനി ഡോറൊക്കെ വെക്കാനുണ്ട്. പിന്നെ എല്ലാവരും ശരി, ഇവിടെ ചെറിയൊരു കട്ടിലൊക്കെ ഇട്ടാൽ നമുക്ക് വന്ന് കിടക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ചറിയാം. ഇതാണ് നമ്മുടെ പെര വരുന്നത്. പിന്നെ ഇതൊരു കുളമാണ്, ചെറിയൊരു കുളമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ടാങ്കിലോട്ട് വെള്ളം അടിച്ച്. ഇവിടെ ഉണ്ട്, പിന്നെ അപ്പുറം ഒരു കിണറുണ്ട്. രണ്ടിൽ നിന്നും എടുക്കും വെള്ളം. അപ്പോൾ ഇതിപ്പം വെള്ളം അടിച്ച് വറ്റിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഏറെക്കുറെ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇത് കുറച്ച് നമ്മളൊക്കെ കുറവാന്ന് വെള്ളം ആയിക്കോളൂ. ഇത് കെട്ടാൻ നോക്കിയിട്ട് സൈഡ് കെട്ടാൻ പറ്റിയിട്ടില്ല. കാരണം ഇടിഞ്ഞിടിഞ്ഞ് വരിക, വെള്ളം ഉറവ് നിൽക്കുന്നില്ല. അതുകൊണ്ട് കാരണം ഇനി അതൊരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആവാണ്ട് അത് കെട്ടൽ നടക്കില്ല, ഉറവ് നിൽക്കുന്നില്ല. പിന്നെ ഇത് താഴത്തെ നമ്മുടെ പ്ലോട്ട്. പിന്നെ ഇതിൻ്റെ പറമ്പിൻ്റെ ഉണ്ടോ അതിൽ തോടാണ്. അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറവാണ്. തോട് വറ്റി വരുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾക്ക് വേനൽക്കാലം ആകുമ്പോൾ
ഇവിടെ ഫുള്ള് ചിറ കെട്ടിയെന്ന് പറഞ്ഞാൽ തടയണ കെട്ടൂലേ, ചാക്കും മണലൊക്കെ നിറച്ചിട്ട് തടയണൊക്കെ കെട്ടി പണ്ടൊക്കെ കുളിക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഒന്നും ആരും വരാറില്ല. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൻ്റെ ഒരതിരാണ് തോട്. ഇവിടെ കുറേ തെങ്ങും കാര്യമൊക്കെ ഉണ്ട്, അത്യാവശ്യം തെങ്ങും കമുങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം കുറേയൊക്കെ മുറിച്ച് കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായിട്ട് മണ്ടയൊക്കെ പോയിട്ട് കളഞ്ഞാണ്. അങ്ങനെ ഇത് പിന്നെ വേറൊരു കിണറാണ്. ഇത് പണ്ടേ ഉള്ളൊരു ആൾക്കാരൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ ആൾക്കാർ കുളിക്കാനും അതിനൊക്കെ വെള്ളം എടുക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇത് മൂടിപ്പോയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഇനി സൈഡ് കെട്ടണം. ഇതും നേരത്തെ പറഞ്ഞ തൊട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുക, അത് ഉറവ നിൽക്കുന്നില്ല. ഉറവ നിന്നാലേ നമുക്ക് സൈഡ് കെട്ടാൻ പറ്റുള്ളൂ. ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിർത്തി വെച്ചിട്ടുള്ള പണി ഒരു മാർച്ചല്ല ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആവും ഇതിൻ്റെ പണിയൊക്കെ ഒന്ന് തുടങ്ങാം. കാരണം വെയിൽ നല്ലോണമായി, ആ ഉറവ അങ്ങ് നിൽക്കണം. ഇവിടെയൊക്കെ പയർ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പം പയറെല്ലാം പറിച്ച് അത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഫുള്ള് പയറായിരുന്നു. ഇതിന് മുമ്പ് പയർ നട്ടൊക്കെയായിരുന്നു ഫുള്ള്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു തോട്ടം കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നൊരു ഫ്രീ ദിവസം കിട്ടിയപ്പം ഒരു വീഡിയോ എടുത്തതാണ്. കാരണം ഇത്ര നാൾ ഫുൾ ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ബന്ധ് കിട്ടിയതുകൊണ്ട് എന്തായാലും വേറെ പണിയും കാര്യമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. ഈ പറമ്പിൽ എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് നോക്കിയിട്ട് എനിക്കൊരു Airbnb സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു കൊച്ചു വീടും ഒരു പൂളും, എന്നിട്ട് അത് Airbnb ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങ് ഇടയ്ക്ക് എനിക്ക് നിൽക്കാനും അല്ലാത്തപ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനും ഒരു സെറ്റപ്പ്. എൻ്റെ മനസ്സിലൊരു പദ്ധതി ഉണ്ട്. അത് ദൈവം സഹായിച്ച് നമുക്കത് കുറച്ച് നാളും കൊണ്ട് അത് നടത്തിയെടുക്കാം. പറമ്പിലിങ്ങനെ ചുമ്മാ നിൽക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ, ഫുള്ള് കിളികളും. ഇതിപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണ്. രാവിലെയൊക്കെ അടിപൊളിയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുൾ എന്നാ പറയുക, കിളികളുടെ ശബ്ദവും കാര്യവും കാറ്റും. വൈകിട്ടായാലും അടിപൊളി തന്നെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ബൈ.